വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപീകൃതമായിട്ട് 2 വർഷം കഴിഞ്ഞെങ്കിലും മറ്റ് പ്രവർത്തനങ്ങൾക്കൊപ്പം ഒരു യാത്ര പോകണം എന്നുള്ളത് കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്രയോട് കൂടിയിട്ട് അതും കൂടി നമ്മൾ പൂർത്തിയാക്കുകയാണ്. അപ്പോ ഇന്നത്തെ യാത്രയില് ഇന്ന് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ വ്യാപാരികളുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് താല്പര്യമെടുത്ത് നമ്മളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അഭിനന്ദനമാണ്. ഒന്ന് കൈയടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈയടിക്കണ്ട. എന്താ വെച്ചാല് യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പരിപാടി കാണുമ്പോഴും ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അത് പറയുന്ന ആൾക്കാർക്ക് ഒരു പ്രോത്സാഹനമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മൈക്കെടുത്ത് സംസാരിക്കുക, അതൊരു ഭരതനാട്യം കളിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുക, മിമിക്രി അവതരിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോ പാലക്കിലുള്ള വ്യാപാരികള് ഒരു ഞായറാഴ്ച നെല്ലിയാമ്പതിയിലേക്ക് ഒരു ദിവസത്തെ വിനോദയാത്ര പോയതിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. യാത്രയിലൂടെ ആരും ചൊല്ലണേ വീട്ടാരും ചൊല്ലണേ കാടാണ് കരളിലെന്ന് കൊടുങ്കാടാണ് കരളിലെന്ന് നീളം ഓരോരുത്തരായി പാട്ടുകളും കഥകളൊക്കെ പറഞ്ഞ് യാത്ര ശരിക്കും അവിസ്മരണീയമായി. പോകുന്ന വഴിയിലെ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി പ്രഭാത ഭക്ഷണം കഴിച്ചു. തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോ സുനിയേട്ടൻ പാട്ടിന്റെ കെട്ടഴിച്ചു. കാൽപാദത്തിനോർമ്മയിൽ മാത്രമാണ് എൻ്റെ ഈ ജന്മസഞ്ചാരം. ഓർമ്മയിൽ മാത്രമാണ് ഈ ഒരാൾ ഗുരുവായൂരപ്പ, ഈ ഒരാൾ ഗുരുവായൂരപ്പ. സംഗീതത്തിന്റെ ഇടവേളയില് ഓരോ ചായ കുടിക്കാൻ വീണ്ടും അല്പം വിശ്രമം. യാത്ര തുടരാണ്. നെല്ലിയാമ്പതിക്ക് മുമ്പായിട്ടുള്ള വ്യൂ പോയിന്റിലെ അല്പനേരം കൊറേ കാലമായിട്ട് കണ്ടിട്ടില്ലല്ലോന്ന്. മുഖപ്പെട്ടോട്ടെ. ചിരിച്ചോ ചിരിച്ചോ പൈസ കയ്യിൽ പോകണം. ഒരു കിടിലൻ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ശേഷം പൂർവികരോടെല്ലാം യാത്ര പറഞ്ഞ് വീണ്ടും യാത്ര തന്നെ. നെല്ലിയാമ്പതിയിലെ ഗവൺമെന്റ് ഓറഞ്ച് ഫാമിലെ ഓറഞ്ച് എല്ലാം കണ്ട് കുറെ ഫോട്ടോ എടുത്ത് 1-2 ഓറഞ്ച് കട്ടെടുത്ത് ഇനി
ജീപ്പ് ട്രക്കിങ്ങിന് പോവാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന കാഴ്ചയാണ് ഈ ട്രക്കിംഗ്. അമേരിക്കൻ ന്യൂയോർക്കിനേക്കാളും മികച്ച റോഡുകൾ. അതെ, ആ റോഡുകളാണ്. നമ്മുടെ ജീപ്പൊന്നും വാഹനങ്ങളൊന്നും കൊണ്ടുപോകാൻ അവിടേക്ക് പ്രവേശനമില്ല. മാത്രല്ല ഈ വഴിയെ കൂടെ നമ്മുടെ ഒരു വണ്ടി നമുക്ക് ഓടിക്കാനും പറ്റില്ല. അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരൊക്കെ ഇവിടെ ഡ്രൈവ് ചെയ്യണത്. 85 ജീപ്പുകളുണ്ട് ഇവിടെ, പ്രൈവറ്റ് ജീപ്പുകൾ. അതിനെല്ലാം ഇവിടുത്തെ പോലീസിന്റെ വെരിഫിക്കേഷനൊക്കെ ഉണ്ട്, ലൈസൻസും ഉണ്ട്. 2 മണിക്കൂർ യാത്രയ്ക്ക് ഒരു ജീപ്പിന് 1600 രൂപയും പിന്നെ ആളൊന്നുക്ക് ഫോറസ്റ്റിന് 50 രൂപയും കൊടുക്കണം. കുടുങ്ങിയുള്ള 8 കിലോമീറ്റർ യാത്ര പോയി വരാൻ 2 മണിക്കൂർ എടുക്കും. യാത്രയില് കാട്ടുപോത്ത്, ആന ഇതൊക്കെ ഉണ്ട്, ചിലപ്പൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ആദ്യത്തെ സൈറ്റ് കേട്ടോ, മിന്നാമ്പാറ. ഇവിടെ പ്രധാനമായി 2 പോയിന്റുകളാണുള്ളത്. ഒന്നാമത്തേത് മിന്നാമ്പാറ. മിന്നാമ്പാറ ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ, ഫസ്റ്റത്തെ മിന്നാമ്പാറ. കൈപിടിക്ക്. ഓക്കെ. ചാടിക്കടന്ന് ഫോട്ടോ അല്ല, വീഡിയോ. അത് വരും, അത് ജോജി അത് ഇതാക്കിട്ടിടും ബ്ലോഗ്. അതെ, പ്രസിഡന്റിനും സെക്രട്ടറിക്ക് മാത്രമല്ല അല്ല ഈ പരിപാടി. ആ, ഇവര് ഫ്രണ്ടിൽ 2 പേരൊക്കെ വെച്ചിട്ടാ. ഇതില് അടുത്തത് പുലുങ്ങാമ്പാറ.
ഇനി പോകുന്നത് മാട്ടുമല വ്യൂ പോയിന്റ്. ഏത് ക്ലൈമറ്റും ഏത് കാലാവസ്ഥയിലും ചെന്നാലും ഇവിടെ അതിഭയങ്കരമായ കാറ്റാണ്. മുണ്ടെടുത്തെങ്കിൽ ഇപ്പൊ കിടന്ന ആടിയനെ അതന്നെ. അങ്ങനെയില്ല, അത് ശരിയാവില്ല. ഇതിലാർക്കും പങ്കെടുക്കാം. അവിടുത്തെ കുന്നിന് മുകളിലാണ്. നട്ടുച്ച 1 മണി നേരമാണ്. അതിഭയങ്കരമായ കാറ്റാണ്, അതുപോലെ തന്നെ ശക്തമായ തണുപ്പും. ഈ ഇത്ര ചൂടുള്ള സമയത്ത് ഇതുമാതിരി തണുപ്പ് നെല്ലിയാമ്പതിയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അത്ര തണുപ്പാണ്, നല്ല കാറ്റും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രക്കിങ്ങിന് 1600 രൂപ കൊടുത്താലും അത് ഒട്ടും നഷ്ടമല്ല. 7 പേർക്ക് കയറാം. 1.5 മണിക്കൂർ ജീപ്പ് ട്രക്കിംഗ് ആണ്. നെല്ലിയാമ്പതിയിൽ വരുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഈ ട്രക്കിങ്. അത് വന്നില്ലെങ്കിൽ പിന്നെ നെല്ലിയാമ്പതിയിൽ തണുപ്പില്ല കാറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വ്യൂ ആണ്, നല്ല സീനറിയാണ്. എങ്ങനെയുണ്ട് സുനേട്ടാ ഇവിടെ നെല്ലിയാമ്പതി? നെല്ലിയാമ്പതി പറ്റിയിട്ട് പറയണമെങ്കിലേ, നെല്ലിയാമ്പതി യാത്ര തുടക്കത്തിൽ നമുക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല. പക്ഷേ തുടങ്ങി കഴിഞ്ഞപ്പോൾ, വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ സെറ്റപ്പ് മാറി. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നിയത്. കാരണം ആ വണ്ടിയിലുള്ള യാത്ര ചെയ്യുന്ന എല്ലാവരും ഒരേ വൈബിലേക്കാണ് എത്തി. പല സ്ഥലത്തു നിന്ന് വന്നവർ പല സ്വഭാവക്കാരുണ്ടായിരുന്നു, പല പ്രായക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നെല്ലിയാമ്പതി ടൗണിലെത്തിയപ്പോൾ ട്രക്കിങ്ങിന് ജീപ്പ് എടുത്തു. ആ ജീപ്പ് എടുത്തപ്പെട്ട് അവിടെ നിന്ന് ജീപ്പിൽ കയറിയിട്ട് വന്ന് 2 വ്യൂ പോയിൻ്റത്തെ കാഴ്ചകളില്ലേ, അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പാലക്കൽ യൂണിറ്റിലുള്ള ഓരോ ആൾക്കാർക്കും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും ഈ യാത്രയെ പറ്റിയിട്ട്. യാത്ര കഴിയുമ്പോഴേക്കും വലിയൊരു കുടുംബമായിട്ട് തന്നെ നമ്മൾ ഈ നെല്ലിയാമ്പതി മലകൾ തിരിച്ചറിഞ്ഞു. എന്തായാലും എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഇനിയുള്ള സമയം ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി തിരികെ നെല്ലിയാമ്പതിയിലേക്ക്.
നെല്ലിയാമ്പതി ടൗണില് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നേരെ സീതാർകുണ്ട് എസ്റ്റേറ്റിലേക്ക്. ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ്. ഈ എസ്റ്റേറ്റിൽ കൂടെ കടന്നു പോയിട്ട് വേണം ഇവിടുത്തെ വളരെ പ്രശസ്തമായ സൂയിസൈഡ് പോയിന്റ് കാണാൻ. വീണ്ടും സംഗീത സാന്ദ്രമായ നിമിഷങ്ങള്. കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരദേശം കവർന്നൻ കണ്ണുകനെ കായവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരദേശം കൊളുത്തി വെച്ചു ചാട്ടി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു തൂശനില. കോഫി 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 സൂയിസൈഡ് പോയിന്റും പ്രശസ്തമായ നെല്ലിമരമൊക്കെ കണ്ട് മടക്കം. പാട്ടുകളും കഥകളുമായി മനോഹരമായ ഒരു യാത്ര. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാണോ. കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. അപ്പോ അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഈ അനുഭവം പറയുന്നതാണ്. മോനേട്ടാ ഓക്കെ അല്ലേ? ശരി ഓക്കെ. അങ്ങനെ ജോജി ഓറടിക്കട്ടെ. നീ പറഞ്ഞോട്ടാ രസകരമായിരിക്കണോ പറയ്. അത് കഴിഞ്ഞ ക്ഷീരയുടെ പ്രണയം പറയും. ചന്ദ്രൻ സൈക്കിൾ വണ്ടി എന്നിട്ട് ഞാൻ ബ്രോക്കറെ വിട്ടുവന്നിട്ട് ബ്രോക്കറെ ചെന്നിട്ട് ചോദിച്ചു അച്ഛനോട് പറഞ്ഞു ഒന്ന് രണ്ടു സംസാരിക്കുന്നു. നമ്മളൊക്കെ അച്ഛൻ ഏകദേശം നല്ല ഇഷ്ടമായിട്ടില്ല. ആ സമയത്ത് മോളേച്ചിയുടെ കല്യാണം മോളേച്ചി അപ്പോഴാണ് മനസ്സിലാക്കുന്നത് മടക്കയാത്രയില് മാട്ടുപ്പെട്ടി ഡാമില് അല്പനേരം. ടിക്കറ്റ് എടുത്തിട്ട് ഇത് ഇവിടുത്തെ ഫേമസ് ശില്പ. അത് വലിയ
ഉണ്ണുന്നൊരന്നത്തിൻ ഓരോ മണിയിലും ഉണ്ടവൻ നന്ദ കിശോരൻ. ഞാനറിയാതെ എൻ നാവിലെ നാദമായി കൂടെ ഇന്നോളം മുകുന്ദൻ. നിദ്ര വരാത്തൊരു പാതിരാവിൽ വന്നു ഉറക്കുന്ന തോരൻ. തുളുനാടൻ വേണം, വേണം, നാട് വേണം, പട്ടണ വേണം, മൈലാടി വേണം, മൈലാടി വേണം. തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ, കൂടെ വിടേ പൂത്തുവിരിഞ്ഞു നീരോൽപരമൊഴി, നീരോൽപരമി നീ മാത്രമെന്തിനു. വണ്ണാത്തിപ്പുഴയുടെ നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ, മലർമഞ്ചാടി വാരിയെറിഞ്ഞോളേ. കുങ്കുമമിട്ട കവിൽ തടമോടെ മിന്നുകളിലകിയ പൊന്നരയോടെ, കുങ്കുമമിട്ട കവിൽ തടമോടെ മിന്നുകളിലെത്തിയ പൊന്നരയോടെ, കാത്തളവിൽ നാളം പോലെ രാവിലൊരുങ്ങി മയങ്ങണ രണ്ട് വണ്ണാത്തി തിങ്കൾ. വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും മുത്താന നീ നമുക്ക്, മുത്താന നീ നമുക്ക്. പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനകിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ, മുത്താന നീ നമുക്ക്. തിരിച്ചുള്ള യാത്രയില് പട്ടിക്കാടിനടുത്തുള്ള ഹോട്ടലിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഇനി ഡാൻസിന്റെ ടൈം. യൂണിയന്റെ വ്യാപാരി വ്യവസായികളുടെ ഈ യാത്ര അതിഗംഭീരമായി അടുത്ത പ്രാവശ്യം കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. ഈ യാത്ര ഉത്സവ പ്രതി തന്നെയാണ് നോക്കിയത്. അടുത്ത പ്രാവശ്യം എത്രയും പെട്ടെന്ന് എല്ലാവരും വളരെയധികം ആസ്വദിച്ചു. അതിനെ എല്ലാവരോടും വീണ്ടും നന്ദി പറയുന്നു. യാത്ര വളരെ സന്തോഷമായി. പരിപാടികൾ ട്രൂപ്പ് നന്നായിരുന്നു. നല്ല എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഇങ്ങനെയുള്ള ട്രൂപ്പുകൾ
സന്തോഷം. നല്ല ടൂറായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ല ടൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ ഈ ടൂറ് ഒരു കുടുംബം പോലെ നമ്മളെല്ലാവരും ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അതേപോലെ ആണെന്ന് ആശംസിക്കുന്നു. ഈ യാത്ര വളരെ എന്താ പറയുക, കണ്ണിനും കാതിനും കാഴ്ചയ്ക്കും ഒക്കെ വളരെ ഭംഗിയായിരുന്നു. നമുക്ക് ആർക്കും ഉറക്കം വന്നിട്ടില്ല. സാധാരണ ടൂർ പോയി എന്തുണ്ടാവുക, ഒരു മണ്ടയിൽ ഇരുന്ന് ഉറങ്ങും, അതേ കുറച്ച് ഛർദ്ദിക്കും. ഇത് രണ്ടുകൂടെ സാധാരണ പതിവ്. ഒരാളും ഛർദ്ദിക്കാറില്ല, ഒരാളും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും എൻജോയ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ഈ 26 ആൾ 27 ആളല്ല വേണ്ടി പോണേ, 3 ബസ്സാണ് പോണേ. വലിയ കളിയൊന്നുമില്ല, വലിയ വലിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ പോകാൻ. വലിയ കളികൾ മാത്രമേ, ചെറിയ കളിയില്ല. വളരെ രസകരമായ ഒരു ടൂറായിരുന്നു. കാരണം ഇതിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിലുള്ള ഒരു പ്ലസ് എന്താ വെച്ചാല്, ഇതിൽ ഹൈ റേഞ്ച് കയറുമ്പോൾ സാധാരണ ഒരു 10 ആളെങ്കിലും വെക്കാറുണ്ട്. ഛർദി വളരെ പ്രശ്നമാണ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. അത് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം നമ്മൾ പലതരം എൻജോയ്മെന്റുകളിൽ ദശരിക്കായിട്ടും സ്റ്റോറി ടെല്ലിങ്ങൊക്കെ ആയിട്ടും മാറി. കാരണം കയറിപ്പോയി തന്നെ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ വളരെ നന്നായത്. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ എല്ലാവരും മൂടും പോകും. അപ്പോൾ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടി വേണ്ടി സഹകരിച്ചതിന് വ്യാപാരി വ്യവസായിയുടെ പേരിൽ നന്ദി പറയുന്ന അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, ഈ ടൂറ് വളരെയധികം സന്തോഷപ്രദമായിരുന്നു. അതോടൊപ്പം നമുക്ക് ജ്ഞാനം പകർന്ന പല അറിവുകളും പല ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. വളരെ സന്തോഷിക്കുന്നത്. കുറച്ച് ആളുകൾ പോയിട്ടുള്ള ചില ഈ 26 ആളും ഒരു കുടുംബം പോലെ ആയി നമുക്കത് ഒരു സന്തോഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഇനി അടുത്ത ടൂർ പോകുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരായിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് പോയി നോക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും പോയി നോക്കിയവർക്കൊക്കെ ഇപ്പോൾ എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും. ഇനി അടുത്ത പ്രാവശ്യം മുമ്പുമാരും പരിപാടിയോടൊക്കെ കൂടി എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ഒരു ദിവസം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പോയി തിരിച്ചെത്തിയിട്ട് വേണ്ടെന്നുള്ളത് അറിയാൻ അത്രയും പെട്ടെന്ന് തിരിച്ചെത്തി. അപ്പോൾ അതിന് പകരം നമുക്കൊരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അടിച്ചു പൊളിക്കാവുന്ന ഒരു സന്ദർഭം ഉണ്ടാവട്ടെ എന്നും 25-ലേക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു ഇതുണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഈ ടൂർ വളരെ സന്തോഷമായി, എനിക്ക് വളരെ സന്തോഷമായി. നമസ്കാരം. ഈ ടൂറ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതേപോലെ എൻജോയ് ചെയ്ത ഒരു ടൂർ ഉണ്ടായിട്ടില്ല അടുത്ത കാലത്ത്. അതുപോലെ ഞാൻ ക്ഷീണോ അല്ലെങ്കിൽ ഒരു വെറുപ്പൊന്നും ഉണ്ടായില്ല. വളരെ നല്ലൊരു യാത്രയായിരുന്നു. അതിന് ഞാൻ സഹായിച്ച തങ്കപ്പാടിനോടും ആളുടെ വൈഫിനോടും ഞങ്ങൾ ഒരുപാട് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ വ്യാപാരി വ്യവസായിയുടെ ടൂറിൽ വരുന്നത്. എന്നോട് ജോയി സാറിനാണ് പറഞ്ഞത് ജോഷി വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക സുനിയേട്ടാ ഒരുപാട് നമുക്ക് പുതിയ രീതിയിലുള്ള സംസാരങ്ങൾ അത് ബോറടിപ്പിക്കാതെ പറഞ്ഞു. എല്ലാവരും അതിൽ എൻജോയ് ചെയ്തു. പിന്നെ എന്റെ മക്കളെ രാവിലെയാണ് ഞാൻ എഴുന്നേക്കത്തെ പറഞ്ഞ താഴെ മോളോട് പോരാന്നുള്ളത്. അപ്പൊ ഇവിടെ എന്നോട് വിളിച്ചു പറഞ്ഞ അവളുടെ അമ്മ അങ്ങോട്ട് വിളിച്ചപ്പോ അമ്മ വെച്ചേ അമ്മ പോണ്ടെന്ന് പറഞ്ഞല്ലേ. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യണം. അത് കണ്ടു ഇത് കണ്ടു വളരെ സന്തോഷത്തിലാണ്. അവരിപ്പോ കിടന്നുറങ്ങുന്നു കേട്ടോ. അപ്പൊ അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കുന്നത്. അപ്പൊ വളരെയധികം നന്നായിട്ടുണ്ട് ടൂറ് എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇതിലിപ്പോ നമ്മൾ വിചാരിച്ചേക്കാളും വൻ വിജയമാക്കാൻ സാധിച്ചു. നമ്മൾ പോലെ 2 പേരിൽ പോയിട്ടുള്ളത് എങ്കിലും ബാക്കിയുള്ളത് വെച്ചിട്ട് എല്ലാം വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉഷാറാക്കാൻ സാധിച്ചിട്ടുള്ള നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് സുനിൽ സൂര്യ, അതുപോലെ സെക്രട്ടറി ജോജി, അവരെല്ലാവരും വളരെ ഉഷാറോടുകൂടി കാരണം ഈ ഒരു കാര്യം വൻ വിജയമാക്കാൻ സാധിച്ചു. അതുപോലെ ഇതിൽ സഹകരിച്ചിട്ടുള്ള ബാക്കി ഒരുപാട് വ്യക്തികളുണ്ട്. അവരെല്ലാവരും പൂർണ്ണ സഹകരണം കൊണ്ട് നമുക്കിത് വൻ വിജയമാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ വാഹനത്തിന്റെ പൈലറ്റ് ജോയിച്ചേട്ടൻ, അവരൊക്കെ പ്രത്യേകം നന്ദി പറയാണ്. നമ്മുടെ സമയത്തിന് തന്നെ എത്തിക്കാൻ സാധിച്ചു. അപ്പൊ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഒരു ഏറ്റവും നല്ലൊരു ടൂറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ TV സ്ക്രീൻ അതിന് സാക്ഷിയാണ്. ആ സാധനം ഇതുവരെ ഓൺ ചെയ്യാൻ പറ്റിയില്ല. പാട്ട് തന്നെ നമുക്കിപ്പോൾ ആ ഒരു 10 മിനിറ്റാണ് പാട്ട് വയ്ക്കാൻ പറ്റിയത്. അത്രയും എല്ലാവരും എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ ഈ നല്ല നല്ല രീതിയിൽ ഇത് കൊണ്ടുപോയ ഈ സുനിയേട്ടൻ തന്നെ, പ്രസിഡന്റ് സുനിയേട്ടൻ തന്നെ ആദ്യമായിട്ട് അവസാനമായിട്ടും നന്ദി പറയാണ്. എന്ന് വെച്ചാൽ ആളുടെ കുറച്ചൊക്കെ കഴിവുകൾ നമ്മൾ പ്രോഡക്റ്റ് കണ്ടു. നല്ല പാട്ട് പാടി എന്നെ പോലെ തന്നെ വളരെ സന്തോഷകരമായി.
എല്ലാവർക്കും നന്ദി. താങ്ക് യു.